നമ്മൾ കേട്ടു ദൈവത്തിൻ്റെ കരുണയ നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വന്നത്. ദൈവം നമ്മളെ കണ്ടു, നമ്മളെ മുന്നമേ തെരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുപ്പിൻ്റെ വലുപ്പമാണ് നമ്മൾ ഓരോരുത്തരും യേശു വിശ്വാസികളായി തീർന്ന്, അല്ലെങ്കിൽ നമ്മൾ കർത്താവായിട്ട് ഇടയായത്, ഈ സത്യ ദൈവത്തിനെ അറിയുവാനായിട്ട് ഇടയായത്. നമ്മൾ ഇച്ചിരിയും കൂടെ ഒന്ന് ആഴത്തിൽ കയറുക. ഇപ്പൊ ഇന്നലെ റോമറുടെ 9 നമ്മൾ ശ്രദ്ധിച്ചത്. ഇന്ന് റോമറുടെ 11 നമ്മൾ വരിക. 11 വരുമ്പം സ്തോത്രം ഹല്ലേലൂയ. വചനം പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ. വചനം പറയുന്നു, അതിൻ്റെ തുടങ്ങുമ്പം തന്നെ പറയുന്നു, ഏലിയാവ് കുറെ പ്രവാചകന്മാർ, ഏലിയാവ് ബാലിന്റെ ആരാധകർക്കെതിരെ പ്രവർത്തിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പിടിച്ചു നിന്നത്. പക്ഷേ മറ്റുള്ളവരൊക്കെയോ അവരെല്ലാം ബാലിനെ ആരാധിക്കുന്നവരായിത്തീരുന്നു. അവരെല്ലാം വിശ്വാസത്തിൽ നിന്ന് പോയി. അപ്പം ദൈവം പറയുക, അങ്ങനെയല്ല, നീ മാത്രമല്ല ഉള്ളത്. ഞാൻ 7000 പേരെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവർ ബാലിന്റെ വിഗ്രഹത്തിന് മുട്ടുമടക്കാത്തവരെന്ന് പറഞ്ഞാൽ, നീ കൂടാതെ 7000 പേരുണ്ട് വിഗ്രഹങ്ങളെ സേവിക്കാതെ വിശുദ്ധ ജീവിതം ജീവിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് എന്ന് പറയുന്നവർ, അങ്ങനെ നിൽക്കുന്ന വിശുദ്ധരായിട്ടുള്ളവര് 7000 പേരുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ വചനം പറയാം, അതിന്റെ 5-ാം വാക്യം പറയുക, വേഴ്സ് നമ്പർ 5, റോമറുടെ ലേഖനം 5. It is the same today, for a few of the people of Israel have remained faithful because of God's grace, his undeserved kindness in choosing them. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ആമേൻ. കണ്ടോ, കൃപയാൽ തിരഞ്ഞെടുത്ത ഒരു ശേഷിപ്പുണ്ട്. അല്ലേ? എന്നിട്ട് അവിടെ വചനം പറയുന്നു, ഹിസ് അൺഡിസേർവ്ഡ് കൈൻഡ്നെസ് ഇൻ ചൂസിങ് ദം. ദൈവത്തിന്റെ മഹാകരുണ, നമ്മൾക്ക് അർഹതയില്ലാത്ത കരുണയാ അത് ആ തെരഞ്ഞെടുപ്പ്. ഇനി നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മഹാകരുണയാല നമ്മൾ വീണു പോകാതെ, ലോകത്ത് പലതും നമ്മൾ കേട്ടും കണ്ടും വന്നവരാ, പക്ഷെ അതിനകത്തേക്കൊക്കെ തിരിഞ്ഞു പോകാതെ ഇന്നും പിടിച്ചു നിൽക്കുന്ന പല വിഷയങ്ങൾ വന്നപ്പം, അല്ല, ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു നാൾ അവധിക്ക് പോയപ്പോൾ, ഇപ്പോഴൊന്നുമല്ല, പണ്ട് ഞങ്ങൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് അപ്പോൾ അന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ പ്രശ്നം വെക്കാനും കബഡി വാരി വെക്കാനും ഇങ്ങനെ പല കാര്യങ്ങളും നോക്കാനൊക്കെ ആലോചന ചോദിക്കാൻ പോകും. അപ്പം ഈ ആലോചന എല്ലാം തിരുമേനിമാര് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അപ്പം അവിടെ ഇങ്ങനെ ചെന്ന് മമ്മി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം ഈ പ്രശ്നം വെച്ച് ആലോചന പറയുന്ന ആളിൻ്റെ അടുത്ത് ചെല്ലുമ്പോ ഈ ശംഖൊക്കെ വെച്ച് കബഡി വാരി വെച്ച് അങ്ങനെയാ പറയുന്ന, സമയമൊക്കെ കണക്ക് കൂട്ടി അങ്ങനെയൊക്കെയാ പറയുന്നത്. അവിടെ ചെന്നിരുന്നപ്പം മമ്മി ഇങ്ങനെ എന്നെപ്പോലെ തന്നെ മമ്മി ഇങ്ങനെ ആര് കണ്ടാലും അവരോടൊക്കെ മിണ്ടുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പം മമ്മിയോട്, അപ്പൊ ഒരു സ്ത്രീ മമ്മിയുടെ അടുത്തിരിപ്പുണ്ടായിരുന്നു. ചോദിച്ചു വന്നപ്പം അവരൊരു ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സ്ത്രീയാ. അവരവിടെ വന്നിരിക്കുക. അവരും ആലോചന ചോദിക്കാനും അവരുടെ വീട്ടിനകത്തെ വിഷയങ്ങള് ഈ വ്യക്തി കൊടുക്കുന്ന എന്തേലുമൊക്കെ ലുക്കുടുക്ക് സാധനങ്ങളും ഒക്കെ പൊടിയും ഭസ്മവും ഒക്കെ ഇട്ട് അവരുടെ വീട്ടിലത്തെ വിഷയങ്ങളും. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ യേശുവിനെ അല്ലേ വിളിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ അവർ പറഞ്ഞു. അതിപ്പോ മമ്മി ചോദിച്ചു, നിങ്ങൾ പള്ളിയിലല്ലേ പോകുന്നത്? അതൊക്കെ അതെ, പക്ഷെ അവിടെ ഒന്നും പറ്റില്ല, അത് കാരണം ഇവിടെ വന്നിരിക്കുന്നത് എന്നാ അവരുടെ മേലുള്ള ആ വിളിയും തെരഞ്ഞെടുപ്പും അവരറിയാതെ പോയി. കണ്ടോ? അപ്പം ദൈവത്തിന്റെ മഹാകരുണ. അപ്പൊ അവരുടെ വീട്ടിൽ എന്തോ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പം അവർക്ക് യേശുവിനോട് പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതമായിരുന്നു അവരുടെ വീട്ടിനകത്ത്. അവര് പ്രാർത്ഥനയില്ല, ബൈബിള് വായനയില്ല, സത്യാരാധനയില്ല. അതുകൊണ്ട് റോമറുടെ ലേഖനം 10-ാം അധ്യായത്തിനകത്ത്
പറയുന്നത് 17-ാം വാക്യം 10-17 പറയുന്നേ, സോ ഫെയ്ത്ത് കംസ് ഫ്രം ഹിയറിംഗ്, that is hearing the good news about Christ. റോമരുടെ 10-17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കണ്ടോ, വിശ്വാസം എങ്ങനെയാ വരുന്നത്? ക്രിസ്തുവിന്റെ വിശ്വാസം ഉണ്ടാകുന്നേ. അപ്പൊ നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ വചനം, വെറും അതും ഇതും അല്ല കേൾക്കണ്ടേ. ഏതെങ്കിലുമൊക്കെ കഥകളും പഴയ നിയമത്തിലെ കുറെ പുരാണങ്ങളും അല്ല നമ്മൾ കേൾക്കരുത്. അത് നമ്മൾ അറിയണം, ഓഫ് കോഴ്സ്. പക്ഷെ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അവരുടെ വീട്ടിൽ അതില്ലായിരുന്നു. അവര് വല്ലപ്പോഴും ഒരുപക്ഷെ പള്ളിയിൽ പോകുന്നവരെന്തിനായിരുന്നു, കൂടുതലൊന്നും ചരിത്രമൊന്നും എനിക്കും അറിയത്തില്ല. പക്ഷെ ഹല്ലേലൂയ, അവരാ സത്യദൈവത്തിനെ കുറിച്ച് അവര് കേൾക്കാതെ പോയത് കൊണ്ട് എന്തു പറ്റി? അവര് വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോയി, അനാചാരത്തിൽ അവർ ചെന്ന് വീണു. അപ്പൊ എത്രയധികം നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കണം. വിഷയങ്ങൾ വരുമ്പം നമ്മൾ ഓടിച്ചെല്ലുന്നത് യേശുവിന്റെ സന്നിധിയിലാണെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമാ. സ്തോത്രം. നമ്മളെ വിശ്വാസത്തിൽ ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ മഹാകരുണ. പലവരും വിഷമങ്ങൾ വരുമ്പം, പ്രയാസങ്ങൾ വരുമ്പം അവരുടെ ടിവിയുടെ മുമ്പിലിരിക്കും, സിനിമ കാണാൻ പോകും, കുറെ ലോകത്തിലെ പാട്ട് കേൾക്കും, ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ച് നമുക്ക് 10 മിനിറ്റ് ഒന്ന് കൂടാം, അത് 2 മണിക്കൂറായി തീരും, അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ചെന്ന് ആരെങ്കിലോടും അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ ഇന്ന് നമ്മള് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ ആശ്രയം കർത്താവാണെങ്കിൽ, ഇത് കർത്താവിന്റെ വലിയ കൃപയാ. നമ്മൾ അവനോട് വിശ്വസ്തയോടെ നിൽക്കുന്നത്. അല്ലേ, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പാരമ്പര്യത്തിന്റെ ശക്തിയല്ല, അപ്പന്റെയും അമ്മയുടെയും കഴിവല്ല, ഒന്നുമല്ല നമ്മൾ വിശ്വാസത്തോടെ നിൽക്കുന്നത്. സ്തോത്രം. ഇതാരും കോരി ഒഴിച്ചു തന്നതല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ടായിട്ടാ നമ്മൾ ഈ ലോകത്ത് വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയോ പ്രതികൂലം വന്നാലും യേശു എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞ് പോയിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മഹാകരുണയാ. തിരുവചനം അവിടെ പറയുന്നു, റോമരുടെ 11:5 പറയുന്നു, ഹിസ് അൺഡിസേർവ്ഡ് കൈൻഡ്നെസ് ഇൻ ചൂസിങ് ദം. അവർക്ക് അർഹതയില്ലായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് അവരർഹിക്കാത്തടത്ത് അവരെ തെരഞ്ഞെടുത്തു. അല്ലേ, ഇത് നമ്മൾ തെരഞ്ഞെടുത്തു. അല്ലേ, ഇത് നമ്മുടെയൊക്കെ മേൽ ഈ തെരഞ്ഞെടുപ്പ് വീണത് നമ്മുടെ കഴിവല്ല, നമ്മളുടെ മിടുക്കല്ല, നമ്മളുടെ എന്തോ ഗുണമല്ല, നമ്മൾ നല്ലവരായിട്ടല്ല. നമ്മളെക്കാട്ടിലും നല്ലവര് താണ്ട് തെരഞ്ഞെടുപ്പിനകത്ത് വീഴാതെ അവര് താണ്ട് ലോകത്ത് കിടക്കുന്നു. പക്ഷെ നമ്മളുടെ മേൽ ദൈവത്തിന്റെ മഹാകരുണ സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും പിടിച്ചു നിൽക്കുന്നതും. പല വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പം, പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പം ഈ വിശ്വാസം വേണ്ട എന്നീ വിശ്വാസത്തിനെ ത്യജിക്കാതെ നമ്മൾ വിശ്വാസത്തിൽ ഒരുപക്ഷെ ആഴത്തിൽ കയറി കാണും, അല്ലെങ്കിൽ യേശുവിനെ കൂടുതൽ മുറുക്കെ പിടിച്ചു കാണും. ഇത് ദൈവത്തിന്റെ മഹാകരുണ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകരുണ. നമ്മൾക്ക് യോഗ്യതയില്ലാത്തടത്ത് നമ്മളെ തേടി വന്ന മഹാകരുണ. എന്നിട്ട് അതിന്റെ 6-ാം വാക്യം, റോമർ 11:6, Romans 11 verse number 6. And since it is through God's kindness, then it is not by their good works, for in that case God's grace would not be what it really is, free and undeserved. അതിന്റെ 11:6. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ലയോ ആയിട്ടും നമ്മൾക്ക് അർഹിക്കാൻ പറ്റാത്തതും ആയത്. സ്തോത്രം. അപ്പൊ ഫുൾ ട്രാൻസ്ലേഷൻ അങ്ങനെയാ വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ കരുണ കൊണ്ട് നമ്മൾക്ക് ഈ നന്മ ലഭിച്ചത്, ഈ വിശ്വാസം ലഭിച്ചത്. പക്ഷെ മനുഷ്യർക്കൊക്കെ അതിന്റെ കൂടെ പ്രവൃത്തികൾ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം വരത്തില്ല. കർത്താവിനെ സൗജന്യമായി തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ മഹാകരുണ എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര വിഷമം. നമുക്ക് ഇച്ചിരിയും കൂടെ അതിനകത്തൊന്ന് ചേർക്കാൻ ഭയങ്കര ഇഷ്ടം. നമ്മൾ പറയും, അത് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വലിയ കൃപ അല്ലെ, പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് വെക്കണം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മുട്ടമേ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒന്നുമല്ല. ദൈവത്തിന്റെ കരുണയാ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നത്. ദൈവത്തിന്റെ കരുണയാ നമ്മുടെ മേൽ ഈ തെരഞ്ഞെടുപ്പുള്ളത്. ഹല്ലേലൂയ. എന്നിട്ട് റോമരുടെ 11-നകത്ത് വരുമ്പം സ്തോത്രം, കർത്താവിന്റെ വചനം നമ്മളെ ഒരു
കാട്ടൊലിവിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് നാട്ടൊലിവിൽ ചേർത്ത ഒരു കാഴ്ചപ്പാടിനകത്തേക്ക് വരിക. അപ്പൊ നമ്മൾ ലോകത്തിലുള്ളവരായിരുന്നു, ശപിക്കപ്പെട്ടവരായിരുന്നു, നമ്മള് പാപത്തിൽ പെട്ടവരായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവം ചെയ്ത ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളെ മുറിച്ചെടുത്തിട്ട് റോമർ 11:17 ഒന്ന് വായിച്ചേ. കൊമ്പുകളിൽ ചിലത് വെട്ടിക്കളഞ്ഞിട്ട്. കൊമ്പുകളിൽ ചിലത് വെച്ചാൽ അബ്രഹാമായ വേര്, അല്ലെങ്കിൽ അബ്രഹാമായ വൃക്ഷം, ആ വൃക്ഷത്തിലെ കുറെ കൊമ്പുകളിൽ ചിലത് വെട്ടിക്കളഞ്ഞിട്ട് കാട്ടൊലിവിൻ കൊമ്പായ നിന്നെ അവയിൽ ഒട്ടിച്ചേർത്ത്. ആമേൻ. സ്തോത്രം. ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ടവര്, അല്ലെങ്കിൽ ചില നാളുകളായിപ്പെട്ടവര്, അല്ലെങ്കിൽ ചില നാളുകളായിട്ട് ദൈവത്തിനെ അറിഞ്ഞു വന്നവര്, അവര് പാരമ്പര്യമായിട്ടൊക്കെ വന്നവര് ഒക്കെ എങ്ങനെ വെള്ളമായിരിക്കട്ടെ, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട യഹൂദൻ എന്നവിടെ പറയാം, അതായിരിക്കും എളുപ്പം മനസ്സിലാകാൻ. ചില യഹൂദന്മാരായ കൊമ്പുകളെ വെട്ടിമാറ്റി ദൈവം. എന്തിനാണെന്നറിയോ? വെട്ടിമാറ്റിയാലേ അവിടെ സ്ഥലം കിട്ടത്തുള്ളൂ ജാതികളായ നമ്മളെ എടുത്തു വെക്കാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ജാതികളായ നമ്മള് കിടന്നത് കാട്ടൊലിവിന്റെ കൊമ്പുകളായിട്ട്, നമ്മൾ കിടന്നത് അർഹതയില്ലാത്തവര്, യോഗ്യതയില്ലാത്തവര്, നന്മയില്ലാത്തത്, ദൈവത്തിനെ അറിയാതെ ഇരുട്ടിൽ കിടന്നവര് അല്ലേ? എനിക്കൊക്കെ അറിയാം. ഞങ്ങളൊക്കെ ഈ നല്ല കർത്താവിനെ അറിഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും മഹാ അത്ഭുതവും ഏറ്റവും വലിയ അനുഗ്രഹവുമാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പലവരും കാണും ഇരുട്ടിലും അന്ധകാരത്തിലും അജ്ഞതയിൽ കിടന്നവരാ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഉയ്യോ അത് ഞങ്ങളുടെ കുഴപ്പം കാരണമാണെന്ന് ഭയന്ന് നിന്നവരാ, ഞങ്ങളുടെ സമയദോഷമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നവരാ. പക്ഷെ യേശുവിൽ വന്നപ്പം ഞങ്ങൾ വലിയ മഹാസ്വാതന്ത്ര്യത്തിനകത്തേക്ക് കയറി വന്നു. ഒറ്റ രാത്രിയും കൊണ്ടല്ലത് തിരിച്ചറിഞ്ഞ്, പല നാളുകളും കൊണ്ടാ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ വലിയ മഹാസ്വാതന്ത്ര്യത്തിനകത്തേക്കാ വന്നത്. ഞങ്ങളുടെ കുഴപ്പം കാരണോ കുറ്റം കാരണോ ഒന്നും അല്ല പലതിലൂടെയും കടന്നു പോകുന്നേ, അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണെന്നൊക്കെ തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു, സാരമില്ല. പക്ഷെ തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു, സാരമില്ല. പക്ഷെ ഞങ്ങൾ കിടന്ന വേര് അത് നരകത്തിൽ പോകത്തേ ഉള്ളായിരുന്നു. എന്നുവെച്ചാൽ വിഗ്രഹങ്ങളെ സേവിച്ച് അനാചാരത്തിൽ കിടന്ന് കള്ളത്തരങ്ങൾക്കകത്ത് കിടന്ന ഒരു വേരായിരുന്നു. ആ വേരിനകത്തുനിന്ന് ഞങ്ങളെ പറിച്ചെടുത്തിട്ട് ക്രിസ്തുവായ ചിലവരുണ്ടായിരുന്നു, അവർ ഈ സത്യം അറിഞ്ഞിട്ടും സത്യം അറിയാത്തവരെ പോലെ നയിച്ചു കിടന്നു. അവര് മയങ്ങി അങ്ങ് കിടന്നു. തിരുവചനം പറയുന്നു ഹല്ലേലൂയ, അതിനെയൊക്കെ കർത്താവ് അങ്ങോട്ട് മുറിച്ചു മാറ്റിയിട്ട്, വേണ്ടാത്തതിനെ മുറിച്ചു മാറ്റും എന്ന് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പറയുന്നുണ്ട് അല്ലെ? വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. പല നാളും കൊള്ളാത്തതും എത്ര ഫലം കായ്ക്കാത്തതുമായതിനെ മുറിച്ചു മാറ്റിയിട്ട് ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ചിലതൊക്കെ ഇരുട്ടിനകത്തും അന്ധകാരത്തിനകത്തും കള്ളത്തരത്തിനകത്തും ബന്ധനത്തിനകത്തും ഒക്കെ കിടന്നിനെ എടുത്തിട്ട് ഹല്ലേലൂയ ഈ നല്ല വൃക്ഷവുമായിട്ട് ഒട്ടിച്ചേർത്ത് വെച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഹല്ലേലൂയ, ആർക്കും കുടുംബ പാരമ്പര്യമോ മഹിമകളോ ഒന്നും പറയാനില്ല. പക്ഷെ യേശുവിനെ ആത്മാവിലും സത്യത്തിലും വചനത്തിന്റെ ആഴത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ, ഇതാ ഞാൻ പറയാം, ദൈവം കാട്ടൊലിവിനെ എടുത്ത് നാട്ടൊലിവിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. അതൊരു ഗ്രാഫ്റ്റിംഗ് പ്രോസസ്സ്. ഇത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ ലോകത്തിൽ നിന്നെടുത്ത് ദൈവത്തിന്റെ രാജ്യത്തിനകത്തേക്ക് കയറ്റിവെച്ചു. ഇരുട്ടിന്റെയും അന്ധകാരത്തിൽ നിന്നെടുത്ത് വെളിച്ചത്തിനകത്തും പ്രകാശത്തിനകത്തും കയറ്റിവെച്ചു. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് കയറ്റിവെച്ചു. വി ഹാവ് ബീൻ ഗ്രാഫ്റ്റഡ്. നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ വീട്ടിനകത്തൊക്കെ പലപ്പോഴും ചെടികളെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കും അല്ലെ? ചേർത്ത് വെച്ചിട്ട് ഇതിനെ ഒന്നാക്കി തീർക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, യേശു പറഞ്ഞ ഒരു കാര്യം എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, ഞാൻ വന്നിട്ട് എന്നെ അനുസരിക്കുന്നവരുടെ അകത്ത് ഞാനും എൻ്റെ പിതാവും വന്നിട്ട് ഞങ്ങൾ വാസം ഉറപ്പിക്കും. ഞാൻ അവരിലും അവരെന്നിലും
എന്നിലും ഞങ്ങൾ ഒന്നായി തീരും. ഹല്ലേലൂയ. ഞാൻ അവരിലും അവരെന്നിലും ഞങ്ങൾ ഒന്നായി തീരും. ഹല്ലേലൂയ. എഫെസ്യരുടെ ലേഖനം പറയുന്നു, ഒരു സ്ത്രീയും പുരുഷനും ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തുവും വിശ്വാസിയും കൂടെ ഒന്നായി തീരുന്നു. ഹല്ലേലൂയ. പിന്നെ എൻ്റെ ഒന്നുമില്ല മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഒന്നിനും, എൻ്റെ ചിന്തകൾക്കും എൻ്റെ വിഷയങ്ങളും ഒന്നുമല്ല, പക്ഷേ എൻ്റെ ചിന്തകൾ യേശുവിൻ്റെ ചിന്തകളായി തീരുന്നു. എൻ്റെ പ്രവൃത്തികൾ യേശുവിൻ്റെ പ്രവൃത്തികളായി തീരുന്നു. എന്താ? ഗ്രാഫ്റ്റ് ചെയ്തു. അല്ലെ? ആ ഗ്രാഫ്റ്റ് ചെയ്ത വൃക്ഷത്തിനകത്ത് അതൊരു പുതിയ വൃക്ഷമാണ്. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ രണ്ട് കൊമ്പും കൂടെ ചേർന്നിട്ട് അതിനകത്തുനിന്ന് പുറത്തു വരുന്നതിനെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയും. അല്ലെ? അത് ഹൈബ്രിഡ് വെറൈറ്റിയാ എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ സൃഷ്ടിയാ, അതൊരു പുതിയ ഇനമാ പുറത്തു വരുന്നേ. അത് ഒരു മഞ്ഞയും ചുമപ്പും കൂടെ ചേർന്ന പൂ അങ്ങോട്ട് യോജിച്ച് ചേരുമ്പോൾ ചിലപ്പം പച്ച കളറിലുള്ള ഒരു ഹൈബിസ്കസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൂവായിരിക്കും പുറത്തു വരുന്നത്. അതൊരു പുതിയ ഒരു ഇനമാ. തിരുവചനത്തിനകത്ത് പറയുന്നു, നാം ഒരു പുതിയ ബ്രീഡാണ്. ഹല്ലേലൂയ. ഒരു പുതിയ ഒരു വർഗമാണ്, പുതിയ ഒരു ഇനമാണ്. ഇത് സംഭവിച്ചത് കാട്ടിൽ കിടന്ന അല്ലെങ്കിൽ ഇരുട്ടിൽ കിടന്ന എന്നെയും നിങ്ങളെയും പെറുക്കിയെടുത്തിട്ട് ക്രിസ്തുവിനോട് പറ്റിച്ചേർത്ത് അബ്രഹാമിന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ഈ കൊമ്പിനോട് ചേർത്ത് വെച്ചു. റോമരുടെ 11 അതിന്റെ 16 ഇങ്ങനെ പറയുന്നു, റോമൻസ് 11 വേഴ്സ് നമ്പർ 16, for if the roots of the tree too, വായിച്ചേ, ആദ്യ ഫലമായി അർപ്പിക്കപ്പെട്ട ധാന്യമായ മാവ് വിശുദ്ധം എങ്കിൽ അത് മുഴുവനും വിശുദ്ധം തന്നെ. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. നമ്മളെ എങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്? നമ്മളെ ഇരുട്ടിൽ നിന്നും കാട്ടൊലിവിനകത്തുനിന്നും എടുത്ത്, നമ്മുടെ പാരമ്പര്യത്തിനകത്തു നിന്നൊക്കെ എടുത്ത്, അപ്പന്റെ അമ്മയുടെയും ശാപത്തിനകത്തു നിന്ന് എടുത്ത് നമ്മളെ അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിന്റെ കൊമ്പിനോട് ചേർത്ത് വെച്ചു. ഹല്ലേലൂയ. ജാതികളിൽ നിന്ന് എടുത്ത് മക്കളെന്നുള്ള കൊമ്പിനകത്തോട്ട് കയറ്റി വെച്ചു. എന്നിട്ട് വചനം പറയാ, ആ സ്വന്തം എന്ന് പറയുന്ന അബ്രഹാമിന്റെ വേര്, അബ്രഹാമിന്റെ വംശം അത് വിശുദ്ധപ്പെട്ടതായിരുന്നു, അതിന്റെ വേര് ശുദ്ധീകരിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. കാട്ടിൽ കിടന്ന നമ്മളെ എടുത്ത് ഈ നല്ല കൊമ്പിനോട് ചേർത്ത് വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അനുഗ്രഹത്തിന്റെ വേരിനോട് പറ്റിച്ചേർന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു കിട്ടി, അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. കണ്ട അവിടെ വചനം പറയുന്നത്, for if the roots of the tree are holy, the branches will be holy too. വേര് വിശുദ്ധമെങ്കില് എന്നാൽ അതിന്റെ കൊമ്പും വിശുദ്ധമുള്ളതായി തീരും. കാട്ടുകൊമ്പായിരുന്ന അല്ലെങ്കിൽ ശപിക്കപ്പെട്ട കൊമ്പുകളായിരുന്ന നമ്മളെ ഓരോരുത്തരെയും ഈ അബ്രഹാമിന്റെ കൊമ്പിനോട് ചേർത്ത് വെച്ചപ്പം ക്രിസ്തുയേശുവിലൂടെ ഹല്ലേലൂയ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടേതായി തീരുന്നു. അല്ലെ? എഫെസ്യരുടെ ലേഖനം അതാ പറയുന്നത്, ഈ ഹല്ലേലൂയ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ സകലതും ക്രിസ്തുയേശുവിലൂടെ എന്റേതും നിങ്ങളുടേതും ആയി തീർന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത മഹാ അത്ഭുതം ഇതാണ്. നമ്മൾ കിടന്നെടുത്തുനിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ കൃപയാൽ നമ്മളെ രക്ഷിച്ച് നമ്മളെ ക്രിസ്തുയേശുവിൽ നമ്മളെ പുതിയതാക്കി തീർത്തു. എന്തിനാണ്? എഫെസ്യർ 2:10 പറയുന്നു, for we are God's masterpiece, he has created us anew. ഇനി ഒന്ന് ചിന്തിച്ചേ, നമ്മളെ ആ ഗ്രാഫ്റ്റിംഗ് പ്രോസസ് ഒന്ന് ഓർത്താൽ മതി. നമ്മളെ എടുത്തിട്ട് ഒരു വൃക്ഷത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മളെ ഗ്രാഫ്റ്റിലെ വൃക്ഷത്തിന്റെ ഭാഗമാക്കി നമ്മളിൽ നിന്ന് പുതിയത് ഉണ്ടാക്കുന്നു. എഫെസ്യർ 2:10 പറയുന്നു, വി ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. കണ്ടോ? നമ്മളെ ദൈവത്തിന്റെ കൈപ്പണികള്. നമ്മളെ കാട്ടൊലിവിൽ നിന്ന് മുറിച്ചെടുത്ത്, ശാപക്കെട്ടിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന്, മരണത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും നമ്മളെ മുറിച്ചെടുത്തിട്ട് സ്വാതന്ത്ര്യത്തിനകത്തേക്ക്, രക്ഷയ്ക്കകത്തേക്ക്, അനുഗ്രഹത്തിനകത്തേക്ക്, ഉയർച്ചയ്ക്കകത്തേക്ക്, രോഗസൗഖ്യത്തിനകത്തേക്ക്, വിടുതലിനകത്തേക്ക് നമ്മളെ കയറ്റി വെച്ചു. ഇത് ആർക്കാ പറ്റുന്നത്?
ശില്പിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ശില്പിയായ കർത്താവ് നമ്മളെ എടുത്തിട്ട് ദൈവത്തിനോട് അല്ലെങ്കിൽ അബ്രഹാമിന്റെ കൊമ്പിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് പറയുക, നമ്മൾ ഓരോരുത്തരും അവന്റെ കൈപ്പണിയാ, അല്ലേ? കൈപ്പണി ആയതുകൊണ്ട് തന്റെ സ്വന്തം കൈയും കൊണ്ട് നമ്മളെ മുറിച്ചെടുത്ത് ചേർത്ത് വെച്ചിട്ട് വചനം പറയാ, ഹി ഹാസ് ക്രിയേറ്റഡ് us anew. നമ്മളെ ക്രിസ്തുയേശുവിൽ നമ്മളെ പുതിയതാക്കി സൃഷ്ടിച്ചു. ക്രാഫ്റ്റിംഗ് പ്രോസസ് ഒന്ന് ഓർത്തെ, നമ്മളെ പുതുതാക്കി സൃഷ്ടിച്ചു. ഇനി നമ്മുടെ പഴയ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് പഴയ വിധത്തില് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. പഴയ സംസാരങ്ങളും പ്രവൃത്തികളും ഒന്നും പറ്റത്തില്ല. എന്തിനാ നമ്മളെ ഇങ്ങനെ പുതുതാക്കിയത്? സോ വി ക്യാൻ ഡു ദ തിങ്സ് ഹി പ്ലാൻഡ് ഫോർ us long ago. സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മളെ കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഉദ്ദേശങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയാ നമ്മളെ ക്രിസ്തുവിൽ പുതുതാക്കിയെടുത്തത്. നമ്മളെല്ലാ വിധത്തിലും പുതിയത് ആയവരായി തീരുക. ഹാലലൂയ. എല്ലാ വിധത്തിലും നമ്മുടെ പഴയ മനുഷ്യൻ പോയി നമ്മൾ പുതിയതായി. ഈ പഴയ മനുഷ്യന് ഇനിയും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. പഴയ വ്യക്തിക്ക് ഇനിയും അവിടെ ഒരു വിധത്തിലും ഒരു സ്ഥാനവുമില്ല. പുതുതാക്കി എടുത്തിരിക്കുക നമ്മളെ ഓരോരുത്തരെയും. ഹല്ലേലൂയ. പുതിയ മനോഭാവം, പുതിയ കാഴ്ചപ്പാട്. ഹല്ലേലൂയ. എന്നിട്ട് റോമരുടെ 11 ഹല്ലേലൂയ 11-ാം അധ്യായം, ഹല്ലേലൂയ 11-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം, you by nature were a branch cut from a wild olive tree. So if God was willing to do something contrary to nature by grafting you into his cultivated tree, he will be far more eager to graft the original branches back into the tree where they belong. വായിച്ചേ. പ്രകൃതിയാ കാട്ടൊലിവിൻ ശാഖയായിരുന്ന നിന്നെ മുറിച്ചെടുത്ത് നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ നല്ല കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വാഗ്ദാനം അത്. അല്ലേ? ഇസ്രായേൽ ജനത്തിന് എത്രയധികം ദൈവം, നമ്മളെയൊക്കെ ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലികളെ എത്രയധികം ചേർത്ത് വെക്കും. ഇന്ന് ഇസ്രായേലിൽ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഹല്ലിയ. അനേകര് ക്രിസ്തുവിനെ സ്വീകരിച്ച് അവര് പുതിയ സൃഷ്ടികള്, ആത്മാവിലും സത്യത്തിലും അവര് പുതിയ സൃഷ്ടികളായി കർത്താവിനെ സേവിക്കുന്നുണ്ട്. എത്രയധികം നമ്മളോട് ദൈവം എത്രയധികം കരുണയാ കാണിച്ചിരിക്കുന്നത്. ഈ ദൃശ്യം എത്ര പവർഫുൾ ആയിട്ടാ ദൈവം വചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത്, പരിശുദ്ധ ആത്മാവ് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർത്ത് വെക്കുന്നത്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയുടെ അനുഭവം, പുതിയതിന്റെ അനുഭവം. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയുടെ അനുഭവം, പുതിയതിന്റെ അനുഭവം. ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിനകത്തേക്ക് പൂർണ്ണമായി നാം ഓരോരുത്തരും വരുവാൻ പരിശ്രമിക്കണം. പരിശുദ്ധ ആത്മാവിനോട് കൂടിച്ചേർന്ന് പുതിയതായി. അപ്പൊ നമ്മളുടെ അകത്തുനിന്ന് വരുന്ന ഫലവും പുതിയതാ, പഴയതൊന്നുമല്ല. പുതിയ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരും. കർത്താവ് സഹായിക്കട്ടെ. ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിനകത്തേക്ക് പൂർണ്ണമായി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് എത്ര മഹത്വം കൊടുക്കണം. എവിടോ കിടന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആ മരത്തിനോട് ചേർന്ന്, ആ കൊമ്പിനോട് ചേർത്ത്, ആ മുന്തിരി കൊമ്പിനോട് ചേർത്ത് വെച്ച് നമ്മളെ ഫലം കായ്ക്കുന്നവരാക്കി തീർത്തത്. മുന്തിരി കൊമ്പിനോട് ചേർത്ത് വെച്ച് നമ്മളെ ഫലം കായ്ക്കുന്നവരാക്കി തീർത്തത് എത്ര മഹത്വം. നമ്മളിൽ നിന്ന് വരുന്ന ഫലങ്ങൾ പിന്നെ ലോകത്തിന്റെ ഫലങ്ങളല്ല, ആത്മാവിന്റെ ഫലങ്ങളും നല്ല ഫലങ്ങളും. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തിട്ട്